കൃഷിക്കാർ കുറച്ച് കോഴിക്കുഞ്ഞിനെ മേടിച്ച് കൊടുക്കും, കുറച്ച് വാഴവിത്ത് മേടിച്ച് കൊടുക്കും. അതും അവർക്ക് ഇഷ്ടമുള്ള ഈ മെമ്പർമാർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം, അല്ലാത്തൊരു അറിയിക്ക് പോലുമില്ല ഇങ്ങനെ സംഭവങ്ങളാണെന്നുള്ളത്. ഞങ്ങൾ പിന്നെ കുറച്ച് കുറ്റിക്കുരുമുളകിൻ്റെ തയ്യ്, അല്ല കുറച്ച് വിത്തുകൾ. പക്ഷേ ഒരിക്കലും ഇത് നട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത വർഷം ഇത് എന്തായി എന്ന് അന്വേഷിക്കുന്നില്ല. ഓരോ വർഷം ഇതിങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു റംബുട്ടാൻ തൈകൾ കൊടുത്തു, അല്ലെങ്കിൽ മുരിങ്ങത്തൈ കൊടുത്തു, പ്ലാവിൻ തൈ കൊടുത്തു. ഇത് അടുത്ത വർഷം ഇത് അവിടെ നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു എന്നാ പറയുന്നത്, അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. പിന്നെ അടുത്ത് വിതരണം ചെയ്യാന്നുള്ളൂ. അതായത് ഒരു കമ്മീഷൻ അടിച്ച് മാറ്റാനുള്ളൊരു സംഭവം എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള കർഷകനായ സിബി നെല്ലംകുഴിയുടെ അടുത്താണ്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സിബി കണ്ടത്തിമാവ് വാർഡിൽ നിന്നും ജനവിധി നേടുകയാണ്. അപ്പം ആ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സിബിയോട് ചോദിക്കാം. സിബി, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണല്ലോ. അതെ. താങ്കളൊരു കർഷകനാണ്. അതെ. എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് അല്ലേ? ഉണ്ട്. ചെറുപ്പം മുതലേ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ കൃഷി ചെയ്തതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ വാഴത്തോട്ടം എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമായി. 2 വർഷമായുള്ളൂ. രണ്ടാമത്തെ വർഷമാകുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇത് കാട് പിടിച്ചിടുന്നൊരു സ്ഥലം അല്ലേ? എൻ്റെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ്. ഇത് സിബിയുടെ സ്വന്തം സ്ഥലമാണോ? അല്ല, ഞാൻ പാട്ടത്തിനെടുത്തിരിക്കുന്ന സ്ഥലം. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് അല്ലേ? വേറെ എന്തൊക്കെ കൃഷിയുണ്ട്? വേറെ എനിക്ക് പൈനാപ്പിൾ കൃഷിയുണ്ട്. പിന്നെ ഞാനിടയ്ക്ക് ഇതിനകത്ത് പച്ചക്കറി, വെജിറ്റബിൾസ് അങ്ങനെ കൃഷി ചെയ്തായിരുന്നു. പയർ അങ്ങനെയുള്ളതൊക്കെ. ഈ വാഴ പോയി കഴിഞ്ഞപ്പോൾ വാഴ പോയി കഴിയുമ്പം വേനലാകുമ്പം പച്ചക്കറി കൃഷി ചെയ്യും. അതേപോലെ തന്നെ പിന്നെ കവുങ്ങ്, തെങ്ങ് അങ്ങനെയുള്ള പിന്നെയുള്ള ഇടവിള അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ജാതി അതൊക്കെ നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പാട്ടത്തിനടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യും. അതിൽ നമ്മൾ റംബൂട്ടാൻ വയ്ക്കും, റബ്ബർ വയ്ക്കും, കവുങ്ങ് വയ്ക്കും. അങ്ങനെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പം താങ്കളൊരു കർഷകനായ സ്ഥിതിക്ക് ഇങ്ങനൊരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ കർഷകരുടെ ആവശ്യങ്ങൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ കർഷകർ തന്നെ നേതൃത്വ നിരയിലേക്ക് വരണം. ഇപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കർഷകരെ അല്ലാതെ ആർക്കും ഒരു മതിപ്പില്ല. പലപ്പോഴും രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുമ്പം ചില സമയത്ത് ചില രാഷ്ട്രീയ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കർഷകർ തന്നെ പറയും, നിങ്ങൾ എന്തിനായി രാഷ്ട്രീയ വീഡിയോ ചെയ്യുന്നത്? നിങ്ങളിത് കർഷകരുടെ ചാനലല്ലേ, അല്ലെങ്കിൽ കാർഷിക ചാനലല്ലേ എന്നൊക്കെ ആളുകൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സിബിയുടെ അഭിപ്രായം? ഒരു കർഷകനായ താങ്കളുടെ അഭിപ്രായം എന്താ? നമ്മൾ ഈ രാഷ്ട്രീയവും കാർഷിക വൃത്തിയും എല്ലാം ഒരുപോലെ പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ മനുഷ്യന് ഭക്ഷിക്കാനുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അങ്ങനെ കൃഷി ചെയ്താൽ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവൻ്റെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് റോഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി വേണമെങ്കിൽ ഇതെല്ലാം സർക്കാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിനെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഈ ബേസിക് നീഡ്സ്, അതായത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ അതെല്ലാം നിറവേറ്റുന്നത് ഈ രാഷ്ട്രീയക്കാരും കർഷകരോട് കൂടിയാണ്. അതായത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് മൂന്നുമാണ് ബേസിക് നീഡ്സായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കർഷകൻ വേണം. പിന്നെ വസ്ത്രവും പാർപ്പിടവും ഒക്കെ വേണമെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങളിലൂടെയാണ് സാധാരണ വരിക, എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കാൻ വേണ്ടി വരിക. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകൾക്കൊക്കെ ഇപ്പോൾ ധാരാളം ഫണ്ടുകൾ കിട്ടാറുണ്ട്. അതുപോലെ സ്വയം പര്യാപ്തതയിൽ എത്തിയ പല ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഓൺ ഫണ്ട് കൊണ്ട് തന്നെ ആ പ്രദേശത്തെ വികസനങ്ങൾ നടപ്പാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് എന്തെല്ലാം ഊന്നലുകളാണ് താങ്കൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രധാനമായിട്ടും കർഷകന് കൃഷി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കർഷക തൊഴിലാളികൾ വരും. അത് മലയാളികൾ തന്നെയാണ് കൂടുതലും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മളും പണിയെടുക്കും, അവരും പണിയെടുക്കും, അവരുമായിട്ട് സംസാരിക്കും, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവരുടെ പ്രശ്നങ്ങൾ അറിയാം. ഞാനൊരു കർഷകൻ എന്നല്ല, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിലത്തകർച്ചയാണ്. നമ്മൾ ഒരു കൃഷി ചെയ്ത്, ഇപ്പം നമ്മൾ ഈ വാഴ കൃഷി ചെയ്ത് ഇത് പഴുത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും വിലയില്ലാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളിലേക്ക്, ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയണം. എങ്കിൽ മാത്രമേ കർഷകന് മികച്ച വിലയും അതുവഴി മറ്റുള്ളവർക്ക് തൊഴിലും ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ കൃഷി ചെയ്താൽ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും, അതായത് കിളയ്ക്കുമ്പോൾ തോണികളൊക്കെ. അതേസമയം ഇപ്പോൾ വാഴ നമ്മൾ ചിപ്സാക്കി
വിൽക്കുകയാണെങ്കിൽ, ചിപ്സ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറേ പേർ കൂടെ, അത് സ്ത്രീ തൊഴിലാളികൾക്കൊക്കെ ആയിട്ട് കുറേ പേർ കൂടെ അവരാണ് ഇതിൻ്റെ ചിപ്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക, പണിയെടുക്കുക. അങ്ങനെ കുറച്ച് പേർ കൂടെ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അതുവഴി അവർക്കൊരു വരുമാനം ലഭിക്കും. അങ്ങനെ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളായിട്ട് ഇപ്പം വാഴപ്പഴമാണെങ്കിൽ അത് ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെയൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളതോടെ ഉൽപ്പന്നങ്ങളെല്ലാം മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളാക്കി നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ കർഷകന് നിലനിൽപ്പുള്ളൂ. അല്ലാതെ കർഷകൻ കൃഷി ചെയ്യുക, ഇത് വല്ലവനും കൊണ്ടുപോയി കച്ചവടം നടത്തി കാശുണ്ടാക്കുക, ഒരു വർഷം മുഴുവൻ കൃഷി ചെയ്ത കർഷകന് കിട്ടുന്ന ഒരു 10 രൂപയാണെങ്കിൽ അത് വാങ്ങിച്ച് ഒരു വാഴക്കല വാങ്ങിച്ച് അങ്ങ് വെച്ചിട്ട് 1 കിലോ ആകുമ്പോഴത്തേക്കും 10 രൂപ കിട്ടുന്ന കച്ചവടക്കാരനും. അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റുകളുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ കർഷകന് മികച്ച വില ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവൻ എന്നും കൃഷിക്കാരനായിട്ട് പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവനായിട്ട് കഴിയും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കർഷകർക്ക് വേണ്ടിയും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും ധാരാളം ഫണ്ടുകൾ അലോട്ട് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾ വന്നു കഴിയുമ്പോൾ അത് ഒന്നെങ്കിൽ നടപ്പാക്കാതെ വരികയോ അല്ലെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികളിലേക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കർഷകർക്ക് തന്നെ എനിക്കറിയാം, ഈ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ 40% ഫണ്ട് കാർഷിക മേഖലയ്ക്ക് വിനിയോഗിക്കണമെന്ന് പറഞ്ഞപ്പം അത് വെറും പേരിന് മാത്രമുള്ളായിരുന്നു ഈ 40% ചിലവഴിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ താങ്കളുടെ ഒരു അഭിപ്രായം? അത് രാഷ്ട്രീയക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ ഫണ്ട് എനിക്ക് മനസ്സിലായത് കൃഷിഭവനിലുള്ളവർക്ക് അവർക്ക് യാതൊരുവിധ അധികാരങ്ങളും ഇതിനകത്ത് വരുന്നില്ല. ഈ ഫണ്ട് വരുന്നു, അവർ കുറച്ച് എന്നാ പറയുന്നത്, കൃഷിക്കാർ കുറച്ച് കോഴിക്കുഞ്ഞിനെ മേടിച്ച് കൊടുക്കും, കുറച്ച് വാഴവിത്ത് മേടിച്ച് കൊടുക്കും. അതും അവർക്ക് ഇഷ്ടമുള്ള ഈ മെമ്പർമാർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം, അല്ലാത്തൊരു അറിയിക്കുക പോലുമില്ല ഇങ്ങനെ സംഭവങ്ങളാണെന്നുള്ളത്. ഞങ്ങൾ പിന്നെ കുറച്ച് കുറ്റിക്കുരുമുളകിൻ്റെ തയ്യ് അല്ലെ കുറച്ച് വിത്തുകൾ. പക്ഷെ ഒരിക്കലും ഇത് നട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത വർഷം ഇത് എന്തായി എന്ന് അന്വേഷിക്കുന്നില്ല. ഓരോ വർഷം ഇതിങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു റംബുട്ടാൻ തൈകൾ കൊടുത്തു, അല്ലെങ്കിൽ മുരിങ്ങത്തൈ കൊടുത്തു, പ്ലാവിൻ തൈ കൊടുത്തു. ഇത് അടുത്ത വർഷം ഇത് അവിടെ നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു എന്നാ പറയുന്നത്, അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. പിന്നെ അടുത്ത് വിതരണം ചെയ്യാന്നുള്ളൂ. അതായത് ഒരു കമ്മീഷൻ അടിച്ച് മാറ്റാനുള്ള ഒരു സംഭവം എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതായത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിന് ശേഷം അതിന് പുറകെ നിൽക്കുന്നില്ല, അതിന് ഫോളോ അപ്പ് വരുന്നില്ല. അത് തന്നെയാണ് പ്രധാന പ്രശ്നം അല്ലേ? ഇതെന്തൊരു സ്ഥലം? ഇത് 2.5 ഏക്കർ സ്ഥലം. 2.5 ഏക്കർ. ഇതിനോട് ചേർന്നല്ലേ നമ്മുടെ പൈനാപ്പിൾ തോട്ടം അല്ലേ? ഇവിടെയും പൈനാപ്പിൾ തോട്ടം ഉണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പൈനാപ്പിൾ ചിഹ്നമാക്കാനുള്ള കാരണം നിങ്ങൾ പൈനാപ്പിൾ കർഷകനും കൂടി ആയതുകൊണ്ടാണ്. നമ്മൾ കൃഷി ചെയ്താണ് നമ്മുടെ ഉപജീവനം. അപ്പോൾ നമ്മുടെ ഉപജീവന മാർഗം തന്നെ നമുക്ക് ചിഹ്നമായി എടുക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, റിലേറ്റ് ചെയ്യുന്ന, നമുക്ക് ജീവിക്കാനുള്ള മൂല്യം തരുന്നത് പൈനാപ്പിളാണ്. വാഴ നമുക്ക് തരുന്നുണ്ട്, പക്ഷേ വാഴ ചിഹ്നമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ല. വാഴക്കൊലയുണ്ടോ? ഇല്ല, വാഴക്കൊലയില്ല. പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൈനാപ്പിൾ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ പിന്നെ തെങ്ങ് എടുക്കണമായിരുന്നു. തെങ്ങ് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. എന്നാലും കൂടുതലും തെങ്ങ് കൃഷി ഇല്ല. കൂടുതലും നിങ്ങൾ പൈനാപ്പിളിലാണല്ലോ. പൈനാപ്പിൾ വാഴ അല്ലേ? ഇതിലാണ് ശ്രദ്ധിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ സിബിയുടെ ഒരു ശബ്ദം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു.